എൻ്റെ ഈശ്വര, ഇതെൻ്റെ 33ാമത്തെ ഓഡീഷനാ. ഇതെങ്കിലും സെറ്റാവണേ. നിനക്ക് മടുക്കുന്നില്ലേ കുഞ്ഞെ? മടുക്കാനോ? പാഷൻ ആർക്കെങ്കിലും മടുക്കൂ അമ്മേ? അതല്ല മോളെ, ഇതൊക്കെ വെറും പ്രഹസനമാണെന്നാ എനിക്ക് തോന്നുന്നു. അവർക്ക് വേണ്ടവരെയൊക്കെ അവർ നേരത്തെ സെലക്ട് ചെയ്ത് കാണും. അമ്മ പറഞ്ഞത് ശരിയാ. പക്ഷേ വൈശാഖ് സാർ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യൂല. പുള്ളിയെല്ലാം സീരിയസ് ആയി കാണുന്ന ആളാ. ഇത്തിരി സ്ട്രിക്റ്റും ആണ്. സ്ട്രിക്റ്റ് ആണേൽ നീ ഫസ്റ്റ് റൗണ്ട് വരാത്തോണ്ട് നിന്നെ പെർഫോം ചെയ്യാൻ സമ്മതിക്കുമോ? അതൊക്കെ മനുവായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. വാ, നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം. മനു ഒക്കെ സെറ്റല്ലേ? സാറിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അറിയാം. എന്നെ അഹങ്കാരമല്ലേ പുള്ളിക്ക്? ഞാനൊന്നും ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ജാടയൊന്നും കാണിക്കത്തില്ല. നീ കാണിക്കേണ്ടി വരില്ല. നീ പോയി പിള്ളേരെ ഫോമിലൊന്ന് വാങ്ങി വെച്ചേ. പുള്ളി പിങ്ങെത്തു. അതാണോ നിന്റെ ഡയറക്ടർ? നോ, വൈശാഖ് സാർ പൊളിയല്ലേ. എല്ലാം ഓക്കെ അല്ലേ സോനി? ഓക്കെയാണ് സർ. മനു, സാർ എന്നാൽ പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ സാർ. കല്യാണി മാത്രം ഇവിടെ നിൽക്കട്ടെ. കല്യാണി അല്ലേ? ബാക്കി എല്ലാവരോടും ഒന്ന് പുറത്തിരിക്കാൻ പറ. 1 by 1 ആയിട്ട് വിളിച്ചാൽ മതി. കല്യാണി അല്ലേ? അതെ സർ. സിറ്റുവേഷൻ പറയാം. നിങ്ങളെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് അറിയുമ്പോൾ, ആ വാർത്ത കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളെ റിയാക്ഷൻ? ആ ഹാപ്പിനെസ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക? ആക്ഷൻ. അയ്യോ, യെസ് യെസ് യേ. ഹലോ അമ്മ, എനിക്ക് കിട്ടി. എനിക്ക് ഓർക്കും വയ്യ, ഞാൻ വിചാരിച്ചതൊക്കെ നടന്നു. ഞാൻ എന്നാ ഡേസിയെ വിളിച്ചു നോക്കട്ടെ, അവളോട് കൂടി ഒന്ന് പറയട്ടെ. ഓക്കെ. ഹലോ ഡേസി, ഞാൻ ജയിച്ചു, എനിക്ക് കിട്ടി. ഓക്കെ ഡി, വന്നിട്ട് പാർട്ടി ചെയ്തുതരാം. ഓക്കെ ഓക്കെ. കല്യാണി ഒന്ന് പുറത്തിരുന്നോളൂ കേട്ടോ. മനോ, അടുത്ത ആളെ വിളിക്ക്. ഓക്കെ സാർ. ഷാളേ, ഷാളയ്യോ, ഹാപ്പിനെസ് അല്ലേ? ശരിയാക്കി തരാം. ഓ, റൊണാൾഡോ. വാട്ട് ഈസ് ദിസ്? ഇയാൾ ഫസ്റ്റ് റൗണ്ട് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല സർ, ഇത് പ്രൊഡ്യൂസർ പറഞ്ഞ ആളാ. പ്രൊഡ്യൂസറാ? ഫസ്റ്റ് റൗണ്ട് ചെയ്യാത്ത ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. അതും പ്രൊഡ്യൂസർ ആളാണോ? അല്ല സർ, അത് മനുവിൻ്റെ കെയർ ഓഫിൽ വന്ന കുട്ടിയാ. മനോ, ഫസ്റ്റ് റൗണ്ടിൽ വന്നവരെ മാത്രം വിളിച്ചാൽ മതി. സാർ, എനിക്കറിയാവുന്ന കുട്ടിയാണ്, നന്നായി പെർഫോം ചെയ്യും. ഒരു ചാൻസ് കൊടുത്തൂടെ? പെർഫോം ചെയ്യുമല്ലേ? അതെ സാർ. ഉറപ്പാണോ? അതെ. എന്നാ അവളെ വിളിക്ക്. അതവ മോശമായെങ്കിൽ ഈ പ്രോജക്റ്റിൽ നീയും ഉണ്ടാവില്ല. ഓക്കെ സാർ. പക്ഷേ ഇതിനെന്തിനാണ് ഇപ്പം എന്നെ പുറത്താക്കുന്നത്? ഓരോ വയ്യാവേരികൾ. അതെ, കുറെ റിക്വസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ചാൻസ് കിട്ടിയത്. നന്നായി പെർഫോം ചെയ്തേക്കണേ, ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. വാ. നിങ്ങൾ വളരെ കാലമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്ത കേൾക്കുന്നു. ആ ഹാപ്പിനെസ് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? യുവർ ഡ്രീം കംസ് ട്രൂ, വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? ഇതാണ് സിറ്റുവേഷൻ. മനസ്സിലായോ? യെസ് സർ, മനസ്സിലായി. ക്യാമറ ആക്ഷൻ.
മാജിക് അവിടെ കാണിച്ചേ? അത് പിന്നെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ വൈഷ സാർ എന്നെ സെലക്ട് ചെയ്തെന്ന് സ്വയം അങ്ങ് വിശ്വസിച്ചു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല.